നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. നിലമേലിൽ സ്കൂൾ വാഹനം താഴ്ചയിലേക്ക് പതിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ടാണ് വാഹനം താഴ്ചയിലേക്ക് പതിച്ചത്. വിവാഹ ചടങ്ങിനെത്തിയ സ്ത്രീയെ കടന്നുപിടിച്ചു. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറത്തിക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ പോലീസിന് നേരെയും അക്രമം. കേന്ദ്ര ബി.ജെ.പി. സർക്കാർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല എം.എൽ.എ. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നും കുറ്റപ്പെടുത്തി. പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. പുനലൂർ വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ എം.എൽ.എ. റോഡും ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. നിലമേലിൽ സ്കൂൾ വാഹനം അപകടത്തിൽപ്പെട്ടു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. നിലമേലിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ ബസ്സാണ് റോഡരികിലെ താഴ്ചയിലേക്ക് പതിച്ച് അപകടമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം. 22 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഡ്രൈവർ ഉൾപ്പെടെ സാരമായി പരിക്കേറ്റ 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 11 വിദ്യാർത്ഥികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും 9 കുട്ടികളെ കടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് വിദ്യാർത്ഥികളുമായി യാത്ര തിരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കയറ്റം കയറി വരുമ്പോൾ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന വാഹനത്തിന് സൈഡ് നൽകാനായി ബസ് ഒതുക്കിയപ്പോഴാണ് പിറകോട്ടുരുണ്ട് 20 അടിയോളം താഴ്ചയിലേക്ക് പതിച്ചത്. ഒരു മരത്തിലിടിച്ചാണ് ബസ് നിന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബസ് പരിശോധിച്ചു. അപകടത്തിൽ അന്വേഷണവും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന പുനലൂർ വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും നടത്തിയത്. കോട്ടൂർ ഭാഗത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് വെട്ടിപ്പുഴയിൽ സമാപിച്ചു. എം.എൽ.എ. റോഡും ഉപരോധിച്ചു. പവർ ഹൗസ് കോമളംകുന്ന് വാർഡുകളുടെ അതിർത്തിയിലുള്ള വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് 4 വർഷമായി തകർന്നു കിടക്കുകയാണ്. എം.എൽ.എ. ഫണ്ടിൽ നിന്നുള്ള പണം വിനിയോഗിച്ച് റോഡ് റീടാറിംഗ് ചെയ്യുന്നു എന്നതിന്റെ പേരിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ട് 1 വർഷം കഴിയുന്നു. എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും നടത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തത്. പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വൻപിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ച് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി പൊട്ടിത്തകർന്നു തരിപ്പണമായി കിടക്കുന്ന വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാൽനട യാത്ര പോലും ദുസ്സഹമായി, അപകടങ്ങൾ നിരന്തരമായി, സാധാരണക്കാരന്റെ യാത്രാ സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതായിട്ടും യാതൊരുവിധമായ നടപടികളും ഉണ്ടാകാത്ത സാഹചര്യം ഇല്ലാതായിട്ടും അപകടങ്ങൾ നിരന്തരമായിട്ടും യാതൊരുവിധമായ നടപടികളും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന വൻപിച്ച പ്രതിഷേധ നൈറ്റ് മാർച്ച് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രതിഷേധ മാർച്ചിൽ അണിചേരുവാൻ രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ. കോട്ടൂർ ഭാഗത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് വെട്ടിപ്പുഴയിൽ സമാപിച്ചു. തുടർന്ന് എം.എൽ.എ. റോഡ് ഉപരോധിച്ചു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഓടാൻ തയ്യാറാവാത്ത ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. നമ്മുടെ അവകാശമില്ലേ? തലയാങ്കുളം വഴി കറങ്ങി വന്നിട്ട് അല്ലെങ്കിൽ ചെമ്മത്തൂര് വരുന്ന ആൾക്കാർ അതിലേ കറങ്ങി വരുന്നത്.
40 രൂപ കൊടുക്കുന്നടുത്ത് 80 രൂപ കൊടുത്താൽ അരമണിക്കൂറോളം റോഡ് ഉപരോധം നീണ്ടു നിന്നു. നമ്മുടെ ഈ റോഡ് നടന്നു പോലും പോകാൻ ഇവിടുത്തെ പരുവത്തിലാക്കി കിടക്കുകയാണ്. എന്താണ് മുനിസിപ്പാലിറ്റി സംഭവിച്ചിരിക്കുന്നത്? മുനിസിപ്പാലിറ്റിയുടെ മിക്കവാറും ഏകദേശം എല്ലാ റോഡുകളിലെ അവസ്ഥ തന്നെയാണ്. എന്താണ് ഇതിന് കാരണം ചോദിക്കുമ്പോൾ ഒന്നുകിൽ കോൺട്രാക്ടർ പേര് പറയും, അല്ലെങ്കിൽ സാങ്കേതിക തടസ്സങ്ങൾ പറയും. ഇങ്ങനെ മുട്ട നിറക്കുന്നത് പറഞ്ഞ് നീണ്ടു പോകുന്നതല്ലാതെ ഒരു പരിഹാരം ഇതിനുണ്ടാവുന്നില്ല. ഇതിന് പരിഹാരം ഉണ്ടാകുന്നവരെ ഈ നാട്ടുകാർ ഏതറ്റം വരെയും സമരം ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് സാധാരണ അവകാശമായ കുടിവെള്ളം, റോഡ്, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ് ഇതെന്തെങ്കിലും നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന്? നാളെ ഇതുവരെ ഈ ഭരണത്തിൽ ഇവിടെ കയറിയതിന് ശേഷം ഈ 4 വർഷം ഒരു സ്ട്രീറ്റ് ലൈറ്റ്, ഒരു ബൾബെങ്കിലും മാറ്റിയിട്ടുണ്ടോ? നമ്മുടെ വാർഡുകളിൽ ഒരു റോഡെങ്കിലും ശരിയാക്കിയിട്ടുണ്ടോ? മനുഷ്യനെ നികുതി കൊടുക്കുന്നവരെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് അവഹേളിക്കല്ലേ ഇവർ ചെയ്തു. നിർമ്മാണത്തിനിടെ കരാറുകാരൻ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികളെടുത്തത് കൂടുതൽ പ്രതിസന്ധിക്ക് കാരണമായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്ന ആൾക്കാര് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നമ്മൾ പറഞ്ഞു നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ റോഡ് പണിഞ്ഞ് തീരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അപ്പോൾ ഓരോ 2 വീട്ടിൽ നമ്മുടെ സോമേട്ടൻ്റെ വീട്ടിലെ വെള്ളം കയറി അതെല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വരാണ്ട് നമ്മുടെ ഒരു പരിസരവാസിയാണ് അവർ. ഈ റോഡിനകത്ത് ഒരുപാട് അപകടം ഒന്നാകുകയാണ്. കുഞ്ഞുങ്ങളെ വരെ ഈ റോഡിൽ മറിഞ്ഞു വീഴുക. നിങ്ങളൊന്നും മുനിസിപ്പാലിറ്റിക്ക് ഒരു ചോദ്യമല്ലേ ചോദിക്കാൻ? ഭരണം കിട്ടുമ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പണികൾ എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടുമെന്ന് ഞാനും പറയുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ നിർവഹണം ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വഴിയാണ്. എന്നാൽ ചില ഇടതുപക്ഷ പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് വാർത്ത സൃഷ്ടിച്ചിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികളുടെ നിർവഹണം ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വഴിയാണ്. നേരത്തെ നഗരസഭാ സെക്രട്ടറിയെ ഇടതുമുന്നണി പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. റോഡിന്റെ അറ്റകുറ്റപ്പണി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ഈ നൈറ്റ് മാർച്ച് കൊണ്ട് ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ, ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ നിർമ്മാണ കാര്യങ്ങളിലേക്ക് കടന്നില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ഈ പ്രദേശത്ത് തടിച്ചുകൂടിയ നൂറുകണക്കായ ആളുകളോട് ആ കാര്യത്തിൽ ആത്മാർത്ഥമായി ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ പ്രതിഷേധം നമ്മൾ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. തുടർ ദിവസങ്ങളിലും ഈ പണി ചെയ്യുന്നത് വരെ നമ്മൾ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കേന്ദ്ര BJP സർക്കാർ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്. ജനങ്ങളെ വേർതിരിച്ച് ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഹാബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേന്ദ്ര BJP സർക്കാർ ചെയ്യുന്ന ജാതി തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി കേരളത്തിലും ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാർ ഇവിടെയുണ്ട്. ഇതാണോ സർക്കാരെന്നും MLA ചോദിച്ചു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടി അധികാരത്തിൽ തുടരുക എന്ന നയമാണ് BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ നയം തന്നെയാണ് കേരളത്തിൽ ഇവർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പം ജാതി തിരിച്ചുള്ള സംഗമം നടത്തുക. അയ്യപ്പ സംഗമം നടന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം, അത് കഴിഞ്ഞാൽ പട്ടികജാതി സംഗമം, അത് കഴിഞ്ഞാൽ ഓരോ മതത്തിനും അനിവാര്യമായ അവരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിച്ചുകൊണ്ടുള്ള സംഗമം നടത്തുക. ഇതൊരു ഗവൺമെന്റ് ആണോ? ഗവൺമെന്റ് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടിയ സംഗമം നടത്തി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്നുള്ള തെറ്റായ ധാരണയാണ് ഇവർക്കുള്ളത്. ജനങ്ങളെ വേർതിരിച്ച് ഭരിക്കാമെന്നാണ് ഇവർ കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസ് നേതാവ് മുനമ്പത്ത് വഹാബ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. അതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്നു, ഭരണഘടനയെ പോലും തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് തങ്ങൾ അധികാരം കൈലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് രാജ്യവിരുദ്ധ ശക്തികൾ, വർഗീയ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായി ഒരുപക്ഷെ അവർക്ക് വിജയം ഉണ്ടാകാം. ആത്യന്തികമായ വിജയം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പത്ത് വഹാബ് അനുസ്മരണത്തോടൊപ്പം മുനമ്പത്ത് വഹാബ് ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും
നടന്നു. UDF ജില്ലാ ചെയർമാൻ KC രാജൻ പ്രഖ്യാപനം നിർവഹിച്ചു. DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KA ജവാദ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA, KG രവി, വലിയത്ത് ഇബ്രാഹിംകുട്ടി, വാര്യത്ത് ഇസ്മയിൽ, R രാജശേഖരൻ, P രാജു, LK ശ്രീദേവി, തൊടിയൂർ രാമചന്ദ്രൻ, T തങ്കച്ചൻ, ചിറ്റുമൂല നാസർ, M അൻസാർ, വിനോദ് പനക്കുളങ്ങര, സുരേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കണക്ട് കുണ്ടറ പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടനം നടത്തി. ഇതോടനുബന്ധിച്ച് കൊമേഴ്സ് കരിയർ കോൺക്ലേവും സംഘടിപ്പിച്ചു. മികച്ച രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് കണക്ട് കുണ്ടറ. ഈ ഒരു പദ്ധതിയുടെ 4ാമത്തെ ഘട്ടത്തിലേക്ക് അത് പ്രവേശിച്ചു. ഇന്നത് പ്രവേശിക്കുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ 4ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസും. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന് ഔപചാരികമായിട്ട് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ സമഗ്ര വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് കണക്ട് കുണ്ടറ. PC വിഷ്ണുനാഥ് MLA നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടനമാണ് കുണ്ടറ MGD ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയത്. ഡോക്ടർ രാജു നാരായണസ്വാമി IAS ഉദ്ഘാടനം ചെയ്തു. പഠനം ഒരു തപസ്യയാണ്, ഒരു സബരിയാണ്. ഏതൊരു തപസ്യയും വിജയിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അഭിനിവേശം ഉണ്ടായിരിക്കണം, ലക്ഷ്യബോധം, ലക്ഷ്യം നേടാനുള്ള പ്രതിബദ്ധത, ആത്മാർത്ഥത, ഏകാഗ്രത, ശ്രദ്ധ. ഒരുവന്റെ വിജയത്തിന് കളമൊരുക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവയാണ്. കരിയർ ഗൈഡൻസിന്റെയും കരിയർ കൗൺസിലിംഗിന്റെയും അന്തസ്സത്തെയും അത് തന്നെയാണ്. സെറ്റ് എ ഗോൾ, വർക്ക് ഹാർഡ്, സക്സസ് വിൽ കം ടു യു എന്ന ആപ്തവാക്യം ഞാൻ ഈ അവസരത്തിൽ നോക്കിപ്പോയി. അതോടൊപ്പം ambition is the spur that makes one struggle with destiny. It is God's own incentive to make purpose great and achievement greater. വിത്തമെന്തിന് മർത്യന് വിദ്യ കൈവശമാകുകിൽ വെണ്ണയുണ്ടെങ്കിൽ നറനൈ വേറിട്ട് കരുതണമോ. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. പ്രിയപ്പെട്ട ശ്രീ അഖിൽ കുര്യൻ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ശ്രീപെരുമ്പത്തൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി. അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് വി ക്യാൻ എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പബ്ലിക് പോളിസി സഹായം വേണ്ട ഇടങ്ങളിൽ ഒക്കെ റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒക്കെ അവർ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവര് രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവര് എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോവുകയല്ല ചെയ്തത്. പകരം അവര് ഒരു സംരംഭം ഉണ്ടാക്കി അതിൽ ഇന്ന് നിരവധി ആളുകൾക്ക് വിവിധ ജില്ലകളിൽ അവർ ജോലി നൽകുകയാണ്. ചടങ്ങിൽ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കേവലം പണം നേടാനുള്ള കരിയർ വളർത്തിയെടുക്കാനുള്ള ഒരു വഴിയായി മാത്രം വിദ്യാഭ്യാസത്തെ കാണാതെ സ്വന്തം പ്രതിഭ കണ്ടെത്തുന്നതിനുള്ള, അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള അചഞ്ചലമായ അടിസ്ഥാനമായി വിദ്യാഭ്യാസത്തെ മാറ്റണമെന്ന് രാജു നാരായണസ്വാമി പറഞ്ഞു. മണ്ഡലത്തിലെ ഓരോ വിദ്യാലയങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കായുള്ള കൊമേഴ്സ് കരിയർ കോൺക്ലേവിലൂടെ അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു. കൊമേഴ്സ് മേഖലയിലെ ഭാവി സാധ്യതകളെക്കുറിച്ചും യുവാക്കളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു നടത്തിയ കോൺക്ലേവിൽ 180-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കൊല്ലം ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് കോർഡിനേറ്റർ പോൾ ആന്റണി, സ്കൂൾ പ്രിൻസിപ്പൽ സജി വർഗീസ്, പ്രഥമാധ്യാപകൻ ഫിലിപ്പം ഏലിയാസ്, പബ്ലിക് പോളിസി അനലിസ്റ്റ് അഖിൽ കുര്യൻ, III കൊമേഴ്സ് അക്കാദമി പ്രതിനിധി ഷെറിൻ കളത്തിൽ, കണക്ട് കുണ്ടറ പ്രോജക്ട് കോർഡിനേറ്റർ അതുൽ കൃഷ്ണ CG എന്നിവർ ആശംസകൾ നേർന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഗ്രന്ഥശാല ദിനത്തിൽ അക്ഷരദീപങ്ങൾ തെളിച്ച് കരുനാഗപ്പള്ളി താലൂക്ക് ഗ്രന്ഥശാല പ്രവർത്തകർ. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ചായിരുന്നു പരിപാടി. 1000തിരി അക്ഷരത്തിരി എന്ന പേരിലാണ് വിളക്കുകൾ തെളിച്ചത്. ഖസാക്ക്, കാലം, ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല ദിനത്തിലാണ് ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററുമായി സഹകരിച്ച കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ അക്ഷരത്തിരി തെളിച്ചത്. 1000തിരി അക്ഷരത്തിരി എന്ന പേരിലായിരുന്നു പരിപാടി. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രന്ഥശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് അക്ഷരദീപം തെളിച്ചു. പ്രഭാഷകനും എഴുത്തുകാരനുമായ സുനിൽ പി ഇളയിടം ഖസാക്ക്, കാലം, ദേശം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വലിയ കൃതികൾ എന്ന് പറയുന്നത് ഒരു കാലത്തിൽ ജീവിക്കുന്നവയല്ല, പല കാലങ്ങളിൽ ജീവിക്കുന്നവയാണ്.
അങ്ങനെ പല കാലങ്ങളിൽ ജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നത് ഏത് കാലത്തേക്കും പോന്ന ശരികളെ മുൻകൂറായി എഴുത്തുകാർ കണ്ടെത്തി കൃതികളിൽ സന്നിവേശിപ്പിക്കുന്നത് കൊണ്ടോ ആദ്യമേ തന്നെ ഒരു ദൈവത്തെ പോലെ എല്ലാ അറിവും അനുഭവങ്ങളും ഒരു എഴുത്തിൽ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കൂട്ടിച്ചേർക്കുന്നതോ കൊണ്ടോ അല്ല. മറിച്ച് തൻ്റെ കാലത്തെ രൂപപ്പെടുത്തുന്ന സാമൂഹികമായ ബലങ്ങൾ, ചരിത്രപരമായ ബലങ്ങൾ, അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ഏതോ നിലയിൽ തിരിച്ചറിഞ്ഞ്, വൈജ്ഞാനികമായിട്ടൊന്നും ആവണമെന്നില്ല, വളരെ അബോധാത്മകമായി തിരിച്ചറിഞ്ഞ് അവയെ കൂടി തൻ്റെ ആഖ്യാനത്തിലേക്ക്, അവതരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടെ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും തെളിയാനിരിക്കുന്ന ആശയങ്ങളുടെയും അനുഭവങ്ങളുടെയും അവതരണ സ്ഥാനം കൂടിയായി ഒരു കൃതി മാറിത്തീരും എന്ന് പറയാം. നാടകപ്രവർത്തകരായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഗായകരായ KS പ്രിയ, വരലക്ഷ്മി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, മീനാക്ഷി, അക്ഷയ രവീന്ദ്രൻ, അവന്തിക, അമീൻ ഷാ, സൽമ, ഗിരീഷ് ഗോപിനാഥ്, എൽ ശ്രീലത, ആർ ഗോപിദാസ് എന്നിവർ അക്ഷരദീപങ്ങൾ തെളിച്ചു. ഗ്രാവിറ്റി സെക്രട്ടറി വി വിമൽ റോയി അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ, ഇടക്കുളങ്ങര ഗോപൻ, ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 27 മുതൽ 30 വരെ നാടകപ്രവർത്തകൻ ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന നാടകത്തിന്റെ അവതരണത്തിന്റെ ഭാഗമായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീഥികളെ ഭക്തിയിൽ ആറാടിച്ച് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. നാടെങ്ങും ശോഭായാത്രകൾ നടന്നു. കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഉറിയടി ഘോഷയാത്ര നടത്തി. കരുനാഗപ്പള്ളിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. ബാലഗോകുലങ്ങളുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശോഭായാത്രകൾ നടന്നത്. മിക്കയിടത്തും ഉറിയടിയും നടത്തി. ഇടക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മടത്തിൽ ക്ഷേത്രം, ആലയത്തുകാവ്, വെട്ടിക്കോട്ടുകാവ്, അപ്പിച്ചേത്ത് ക്ഷേത്രം, കളീകൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് ശോഭായാത്രകൾ നടന്നു. കുലശേഖരപുരത്ത് അമ്പലേത്ത് ഭഗവതി ക്ഷേത്രം, മാമ്പറ്റ ഭഗവതി ക്ഷേത്രം, തേവലശ്ശേരി ജംഗ്ഷൻ, കൊടിക്കര ഭുവനേശ്വരി ക്ഷേത്രം, കുറുങ്ങപ്പള്ളി ഭഗവതി ക്ഷേത്രം, ചങ്ങൻകുളങ്ങര മഹാദേവ ക്ഷേത്രം, പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടത്തി. മാലുമേൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വൈശ്യംപറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പ്ലാവിള ജംഗ്ഷൻ, പുത്തൻകട ജംഗ്ഷൻ, തറയിൽ ജംഗ്ഷൻ, പാറയിൽ ജംഗ്ഷൻ, പടിഞ്ഞാറേയാൽത്തറ വഴി മാലുമേൽ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. കരുനാഗപ്പള്ളിയിൽ മരുതൂർകുളങ്ങര ക്ഷേത്രം, ഇളശ്ശേരിമഠം ക്ഷേത്രം, നമ്പരുവികാല ആലിലകൃഷ്ണൻ ക്ഷേത്രം, വളാലിൽ ക്ഷേത്രം, തുറയിൽക്കുന്ന് ക്ഷേത്രം, നെടിയവിള ക്ഷേത്രം, പണിക്കരി കടവ്, കോഴിക്കോട് കണ്ണമ്പള്ളിൽ ക്ഷേത്രം, കരിമ്പാലിൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും ശോഭായാത്രകൾ നടന്നു. വിവിധയിടങ്ങളിലെ ശോഭായാത്രകൾ കരുനാഗപ്പള്ളിയിൽ മഹാശോഭായാത്രയായി സംഗമിച്ചു. ഉറിയടിയും നടത്തി. ഭക്തിസാന്ദ്രമായിരുന്നു ഘോഷയാത്രകൾ. തഴവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അഷ്ടമിരോഹിണി പൂജകൾ നടന്നു. വീഥികളെ അമ്പാടിയാക്കി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകളും നടന്നു. കലം കെട്ടി ഉറിയടിയും നടന്നു. താലപ്പൊലിയും വാദ്യമേളങ്ങളും ശോഭായാത്രയ്ക്ക് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് KPSTA ചവറ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ചവറ പഞ്ചായത്തിലെ ബെഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് KPSTയുടെ നേതൃത്വത്തിൽ സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് KPSTA ചവറ ഉപജില്ലാ കമ്മിറ്റി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ചവറ പഞ്ചായത്തിലെ ബെഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു. സ്മൃതി സംഗമവും യൂണിഫോം വിതരണവും സംസ്ഥാന സെക്രട്ടറി PS മനോജ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ഒന്നായി കാണുകയും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അത്താണിയാകണമെന്ന ചിന്തയോടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ഏറ്റവും മനുഷ്യസ്നേഹിയായ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി. 1943 ഒക്ടോബർ മാസം 31-ാം തീയതി ജനിച്ച ഉമ്മൻചാണ്ടി സാർ 80 വയസ്സാകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോഴാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്.
കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് 2023 ജൂലൈ മാസം 18-ാം തീയതി ഉമ്മൻചാണ്ടി സാർ വിട പറയുമ്പോൾ ഒരുപക്ഷെ ഈ ലോകത്ത് ഇത്രയും ആളുകൾ കണ്ണീരൊഴുക്കിയ ഒരു മരണം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് വികാരം കൊണ്ട് തള്ളുകയാണ്. എന്ത് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കണമെന്ന് ചോദിച്ചാൽ പലപ്പോഴും വാക്ക് കിട്ടാതെ ഇടറുന്ന ഒരു സാഹചര്യം. ഉണ്ണി പറഞ്ഞതുപോലെ ഗാനഗന്ധർവൻ യേശുദാസ് കോക്ലിയർ ഇംപ്ലാന്റേഷന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇതിനേക്കാൾ നമുക്ക് ഹൃദയസ്പർശിയായ മറ്റൊരു കാര്യമുണ്ട്. ഉപജില്ലാ പ്രസിഡന്റ് ഉണ്ണി ഇലവിനാൽ അധ്യക്ഷത വഹിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, പ്രിൻസി റീന തോമസ്, ഐ ജയലക്ഷ്മി, വരുൺലാൽ, ജിജി, ഉഷാകുമാരി, റോജ മാർക്കോസ്, ജയചന്ദ്രൻ, രാജ്ലാൽ തോട്ടുവാൽ, ഷെബിൻ കബീർ, ബിജു ഡാനിയൽ, സോഫിയ, അബിൻ ഷാ, താജ്മോൾ, ലില്ലി തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ ഒരു ജനകീയ നേതാവിന് നൽകിയ ഏറ്റവും വലിയ വിടവാങ്ങൽ വിലാപയാത്ര ഉമ്മൻചാണ്ടി സാറിനായിരുന്നു എന്നുള്ളത്, ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, അദ്ദേഹം വഴി ആളുകൾക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങൾ, മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുള്ള ആശ്വാസങ്ങളുടെ ബോധ്യപ്പെടുത്തലുകൾ, അതെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലും തുടർന്നുള്ള നാളിതുവരെ 2 വർഷമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ അനുസ്മരണങ്ങളിലും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി സാറ് മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അദ്ദേഹം വലിയ ഒരു വാഗ്മിയായിരുന്നില്ല. വാഗ്മി എന്ന് പറയുന്ന പ്രയോഗം മലയാള അധ്യാപകരൊക്കെ ഇരിക്കുന്നു. വാഗ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാചകത്തിൽ പ്രസംഗത്തിൽ മിതത്വം പാലിക്കുന്ന ആളെന്നുള്ളതാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതിൻ്റെ വിപരീതം വാചാലനം എന്നുള്ളതാണ് ഇല്ലേ ശരിയായിട്ടുള്ള ഒരു പ്രയോഗം. അദ്ദേഹം എന്തായാലും ദീർഘമായി പ്രസംഗിക്കുന്ന വ്യക്തിയായിരുന്നില്ല ഉമ്മൻചാണ്ടി. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അദ്ദേഹം വലിയ ഒരു പുസ്തകം വായനക്കാരനോ മഹാപണ്ഡിതനോ ഒന്നും ആയിരുന്നില്ല. രാഷ്ട്രീയ തത്വചിന്തകനായിരുന്നില്ല ഉമ്മൻചാണ്ടി. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തൻ്റെതായ ചില വ്യക്തിമുദ്രകളും ചില പ്രവർത്തന നിലപാടുകളും സ്വീകരിക്കാൻ, പ്രവർത്തന മാർഗരേഖകൾ രൂപീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, ചവറ. ചവറയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷം നടന്നു. ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശോഭായാത്രകൾ നടത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ മഹാശോഭായാത്ര സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ചവറയിൽ വിപുലമായ ജന്മാഷ്ടമി ആഘോഷം നടന്നു. ഗോപികാ നൃത്തവും അവൽപ്പൊതി വിതരണവുമായി ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലും ശോഭായാത്രകൾ നടന്നു. നെറുകയിൽ മയിൽപ്പീലിത്തുണ്ട് ചൂടി മഞ്ഞത്തുകൾ ചാർത്തി മുളന്തണ്ട് ചുണ്ടോട് ചേർത്ത ഉണ്ണിക്കണ്ണന്മാർ വീഥികളിൽ നിറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഗ്രാമ നഗരങ്ങൾ അമ്പാടിയായി മാറി. മേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ശോഭായാത്രകളിൽ കുട്ടികൾ കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷം ധരിച്ച് അണിനിരന്നു. താലപ്പൊലി, ചെണ്ടമേളം എന്നിവ അകമ്പടിയായി. ചവറ, തെക്കൻ ഗുരുവായൂർ, വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു. തേവലക്കര, മുള്ളിക്കാല, അരീക്കാവ്, കൈപ്പുഴക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ ചേന്നങ്കര ജംഗ്ഷനിൽ സംഗമിച്ച മഹാശോഭായാത്രയായി തെക്കൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഉറിയടി നേർച്ച, അന്നദാനം, നൃത്തം എന്നിവയും നടന്നു. തന്ത്രി പുതുമന എസ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു വിശേഷാൽ പൂജകൾ. പന്മന വെറ്റമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി നടത്തി. ചവറ തോട്ടുങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൊങ്കാല നടന്നു. ഉറിയെഴുന്നള്ളത്ത്, ഉറിയടി എന്നിവയും നടന്നു. വടക്കുംതല പനയന്നാർകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി ആഘോഷങ്ങൾ നടന്നു. ചവറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉറിയടി, ജന്മാഷ്ടമി സദ്യ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. പുനലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ മോഷണ ശ്രമം. പാചകപ്പുരയുടെ പൂട്ട് പൊളിച്ചാണ് മോഷണ ശ്രമം നടത്തിയത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. പുനലൂർ ഗവൺമെന്റ് LPSലാണ് മോഷണ ശ്രമം നടന്നത്. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയാണ് മോഷണ ശ്രമം നടന്നുവെന്ന വിവരം പുറത്തറിയുന്നത്. സ്കൂളിലെ പാചക തൊഴിലാളി പ്രഭാത ഭക്ഷണം തയ്യാറാക്കാനെത്തിയപ്പോഴാണ് പാചകപ്പുരയുടെ പൂട്ട് പൊളിച്ചിട്ട നിലയിൽ കണ്ടത്. പ്രധാന അധ്യാപിക ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും പുനലൂർ പോലീസിനെയും വിവരമറിയിച്ചു. സ്കൂളിന്റെ പരിസരം പരിശോധിച്ചപ്പോഴാണ് സമീപമുള്ള ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ പൂട്ടും തകർത്തിട്ടിരിക്കുന്ന നിലയിൽ കണ്ടത്. പണമൊന്നും തന്നെ സ്കൂളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സാധനങ്ങൾ ഒന്നും പോയതായിട്ട് പ്രഥമ ദൃഷ്ട്യാ അറിയാൻ കഴിയുന്നില്ല. ഞങ്ങളോട് അതിനകത്ത് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തൽക്കാലം ആഹാരം വയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്കൂളിന് 1 ദിവസത്തെ അവധി നൽകാനും DEO അറിയിച്ചിട്ടുണ്ട്. ബാക്കി അന്വേഷണങ്ങൾ പോലീസുകാർ തന്നെ വന്ന് ഒന്നുകൂടി നോക്കിയിട്ട് FIR ഇട്ട് നടത്തുമെന്നും അറിയിച്ചിട്ട് പോയി.
ഇന്ന് രാവിലെ 8 മണിക്കാണ് ടീച്ചർ എന്നെ വിളിക്കുന്നത്. അറിഞ്ഞാണ് ഞാൻ പിന്നെ എത്തിയത് ഇവിടെ. രാവിലെ സ്കൂളിൽ പാചകത്തൊഴിലാളി വന്നപ്പോഴാണ് പാചകപ്പുരയുടെ കഥക് തുറന്ന് ഇട്ടിരിക്കുന്നതായിട്ട് പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടതും. അനുസരിച്ച് എച്ച്എമ്മിനെ അറിയിക്കുകയും പിന്നെ പിറ്റിഎയും പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൗൺസിലറൊക്കെ എത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇവർ അറിഞ്ഞു. കുട്ടികൾക്ക് ഇന്ന് അവധിയാണ്. കാര്യം ഉച്ചഭക്ഷണം കൊടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് സ്കൂളിൽ അവധി കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ തടിക്കാട് അറയ്ക്കൽ ചെറിയിലേക്ക് പിക്കപ്പ് മറിഞ്ഞ് അപകടം. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടമുണ്ടായത്. എതിരെ വന്ന KSRTC ബസിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് പിക്കപ്പ് ചിറയിലേക്ക് മറിഞ്ഞത്. അഞ്ചൽ തടിക്കാട് അറയ്ക്കൽ ചിറയിലേക്കാണ് പിക്കപ്പ് വീണ് അപകടമുണ്ടായത്. രാവിലെ 6:30 അപകടം. എതിരെ വന്ന KSRTC ബസിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് പിക്കപ്പ് ചിറയിൽ വീണത്. സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലെ ചിറ അപകടാവസ്ഥയിലായിരുന്നു. ബന്ധപ്പെട്ട അധികാരികളോട് ചിറയുടെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ അമ്പലത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു പിക്കപ്പ് ചെറിയ പോയെന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ വന്നത്. അത് മാത്രമല്ല, അന്നേരം ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് പിന്നെ ചാനലുകാരെയൊക്കെ അറിയിക്കാൻ പറഞ്ഞത്. ഇത് ഒത്തിരി നാൾ കഴിഞ്ഞ് ഇത് ഈ മതിലൊക്കെ ഇടിഞ്ഞു പോയി ഇങ്ങനെ കിടക്കുക. MLA ഒക്കെ അറിയിച്ചിട്ടുണ്ട്. MLA അന്നേരം തന്നെ ബന്ധപ്പെട്ട് എഞ്ചിനീയറെയൊക്കെ വിളിച്ചായിരുന്നു. എല്ലാം ഇതിന് പൈസ വരെ സാക്ഷനായി കിടക്കുക. ചിറയുടെ സൈഡ് കെട്ടി ബാരിക്കേഡ് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവിയുടെ പര്യടനം. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായാണ് പര്യടനം നടത്തിയത്. ഊര് നിവാസികൾ നൽകിയ പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് റൂറൽ SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ആദിവാസി ക്ഷേമം ഉറപ്പാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായാണ് വില്ലുമല ആദിവാസി നഗറിൽ ജില്ലാ പോലീസ് മേധാവി പര്യടനം നടത്തിയത്. ഊര് നിവാസികൾ നൽകിയ പരാതികൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് വില്ലുമല സ്കൂളിൽ സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ റൂറൽ SP വിഷ്ണു പ്രദീപ് പറഞ്ഞു. പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ടുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നതാണ്. മദ്യത്തിനുള്ള ഇൻഫർമേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ASPക്കോ അല്ലെങ്കിൽ കൺസേൺഡ് SHOയോ നിങ്ങൾക്ക് അറിയിക്കാം. ശക്തമായിട്ടുള്ള പോലീസ് നടപടി എല്ലാ ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള നടപടി നമ്മളിവിടെ ഉറപ്പുവരുത്തുന്നതാണ്. പുനലൂർ ASP അപർണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അജിത കുളത്തൂപ്പുഴ, SHO B അനീഷ്, തെന്മല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സെൽവരാജ്, സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ, ഊരുമൂപ്പൻ തങ്കപ്പൻ കാണി തുടങ്ങിയവർ പങ്കെടുത്തു. വീട്ടിൽ പഠനം തുടങ്ങിയ അന്ന് മുതൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് ഒരു അധ്യാപകർ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കുട്ടികൾക്കും ഫോൺ പൈസ ഇല്ലെങ്കിലും കൂലിപ്പണി എടുത്ത് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ഈ ഫോൺ കുട്ടികളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് കൂടുതൽ ഈ മദ്യപാനമായാലും പിന്നെ എന്തുവാ പീഡനങ്ങളായാലും ഒളിച്ചോട്ടങ്ങളും ശൈശവ വിഭാഗം എല്ലാം നടന്നത്. അതിന് മുന്നേ ഉന്നതികളിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷെ ഈ ഫോണിന്റെ ഉപയോഗം ഭയങ്കര രൂക്ഷമാണ്. ഫോണ് കാരണം കുടുംബത്തിലെ കലഹങ്ങൾ, കുട്ടികളും അമ്മമാരുടെ കലഹങ്ങൾ, അങ്ങനെ ഫോണ് ഭയങ്കര ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് നമ്മളെ ഉന്നതികൾ. പിന്നെ വില്ലുമല നോർത്തിനെ സംബന്ധിച്ച് പറയാം, നോർത്ത് മാത്രമല്ല നമ്മുടെ ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും മദ്യപാനം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്ത്രീയെ കടന്നുപിടിച്ച കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറ തെക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ ഇയാൾ പോലീസിനെയും ആക്രമിച്ചു. കുണ്ടറ ഇളമ്പള്ളൂരിലാണ് സംഭവം. സ്ത്രീയെ കടന്നുപിടിച്ച കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെയാണ് അറസ്റ്റ് ചെയ്തത്. ചവറ തെക്കുംഭാഗം മുട്ടത്തുതക്കതിൽ 38-കാരനായ സന്തോഷ് തങ്കച്ചനാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം ഇളമ്പള്ളൂരിലെ ഓഡിറ്റോറിയത്തിൽ സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കുഞ്ഞിനോടൊപ്പം പുറത്തേക്കിറങ്ങിയ സ്ത്രീയെ പിന്തുടർന്നെത്തി കയ്യിൽ കടന്നുപിടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ അസഭ്യം പറഞ്ഞു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സന്തോഷിനെ തടഞ്ഞുവെച്ച് കുണ്ടറ പോലീസിന് കൈമാറി. സ്റ്റേഷനിലെത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്ക് കുണ്ടറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പോലീസിന് നേരെ അസഭ്യവർഷവും അക്രമവും ഉണ്ടായത്.
കൈക്ക് പരിക്കേറ്റ CPO റിയാസ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സന്തോഷ് മദ്യലഹരിയിൽ അക്രമം കാട്ടുകയായിരുന്നെന്ന് SI അംബരീഷ് പറഞ്ഞു. സന്തോഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമേലിൽ സ്കൂൾ വാഹനം താഴ്ചയിലേക്ക് പതിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നിയന്ത്രണം വിട്ടാണ് വാഹനം താഴ്ചയിലേക്ക് പതിച്ചത്. വിവാഹ ചടങ്ങിനെത്തിയ സ്ത്രീയെ കടന്നുപിടിച്ചു. കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ചവറ തിക്കുംഭാഗം സ്വദേശി സന്തോഷ് തങ്കച്ചനാണ് അറസ്റ്റിലായത്. മദ്യലഹരിയിൽ പോലീസിന് നേരെയും അക്രമം. കേന്ദ്ര BJP സർക്കാർ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കേരള സർക്കാരും സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല MLA. കേരളത്തിൽ ജാതി തിരിച്ചുള്ള സംഗമങ്ങൾ നടത്തുകയാണ്. ജനങ്ങളെ കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നും കുറ്റപ്പെടുത്തി. പ്രതിഷേധ സംഗമവും നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. പുനലൂർ വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ MLA റോഡും ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.